സാധാരണ കല്യാണം കഴിച്ച ഭാര്യമാരെ സ്വന്തം വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. വിളക്ക് തന്നെ ഇങ്ങോട്ട് കയറ്റിയെന്ന് കരുതി ഇവിടെ സ്ഥിരതാമസാക്കാനൊന്നും പറ്റില്ല. ഡി, നിന്റെ സാധനങ്ങൾ എടുക്കാനുള്ളൊക്കെ എടുത്ത് ഇവന്റെ കൂടെ സ്ഥലം വിട്ടോണം. ഇങ്ങനെയൊന്നും പറയാതമ്മേ. അമ്മ പോയി കുറച്ച് പാല് കാച്ചു കൊണ്ടുവാ. നമുക്ക് മധുരം കൊടുക്കണ്ടേ? പിന്നെ മധുരം? ഇവന് ഇവൾക്കും പാല് കാച്ചി കൊടുക്കാനേ എനിക്ക് സൗകര്യമില്ല. അവൻ വന്നു. ഇനി അവൻ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. മോനെ, നീ ഇത് കണ്ടോടാ, ഇവിടെ നമ്മളെ ചതിച്ചു. ഈ നിമിഷം ഇവനെ വിളിച്ചോണ്ട് നീ ഇവിടെ ഇറങ്ങിക്കോ. ഞാനെങ്ങും പോകത്തില്ല, ഇതെന്റെയും കൂടി വീടാ. എന്ത് ധൈര്യത്തിലാടി ഈ മര്യാദകൾ കാണിച്ചത് നീ ഇങ്ങോട്ട് കയറി വന്നത്? ഗൂഗിൾ പ്ലീസ്. എടോ, ഇത് താൻ കരുതുന്ന പോലല്ല. ഈ കുടുംബത്തിന്റെ സമാധാനം തകർക്കാനുള്ള പുറപ്പാടില്ല രണ്ടും കൂടി. എന്താളിയത്? ഇതാളിയുടെ പെങ്ങളല്ലേ? ഞാൻ അവളുടെ ഹസ്ബൻഡ് അല്ലേ? നീ എന്നെ അളിയാന്ന് വിളിക്കരുത്. അളിയനെ പിന്നെ അളിയാന്നല്ലാതെ എന്താ അളിയാ വിളിക്കേണ്ടത്? അളിയൻ എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിവിടെ വന്ന് നിങ്ങളോടെല്ലാം സംസാരിച്ചതല്ലേ? മാന്യമായിട്ട് പെണ്ണും ചോദിച്ചു. എന്നിട്ടും നിങ്ങൾ ആരും കേട്ടില്ല. ഇപ്പോഴും ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷെ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഇറങ്ങി വന്നത് അളിയന്റെ ഈ പെങ്ങളാ. അത് നിഷേധിക്കാൻ എനിക്ക് പറ്റില്ല അളിയ. ഇനി ഇവിടുന്ന് വലിയ ഷോ കാണിച്ച എന്റെ കൈയുടെ ചൂട് നീ അറിയും. ഗൂഗിളേ, രാജുവേട്ടൻ എന്റെ ഹസ്ബൻഡാ. മര്യാദയ്ക്ക് കൈയെടുത്തേ. മാറി നിക്കടി. എന്താ ഷോ ഇങ്ങോട്ട് കാണിക്കല്ലേ അളിയ? കാണിച്ച ഗൂഗിൾ വേണ്ട. ഗൂഗിൾ ഗൂഗിൾ പ്ലീസ്. ഗൂഗിൾ ഗൂഗിൾ എന്തേ കാണിക്കണ്ടേ? ഇത് മതിയാക്കേണ്ട. നിർത്ത്. എന്തൊരു നാണക്കേടായത്. പരസ്പരം തല്ലിയിട്ടാണോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നേ? വിട് ഗൂഗിൾ, വിട്. നമ്മൾ തമ്മിലൊരു കയ്യങ്കളി വേണോ അളിയ? അളിയന് നിർബന്ധമാണെന്ന് വെച്ചാ ഞാനും പിന്നെ പിന്നോട്ട് മാറത്തില്ല. പോലീസുകാരന്റെ സ്വഭാവം അറിയാലോ. നാറിയ പിന്നെ പരമനാറിയ. എന്നെ പോലെ തറയാവാൻ അളിയന് പറ്റത്തില്ല. എങ്കിൽ പിന്നെ തറയാവടാ നീ. ആവടാ. ഞാൻ നിർബന്ധിച്ചിട്ടാ അമ്മ അവരെ വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റിയത്. അങ്ങനെയാണെങ്കിൽ എന്നെ ഗൂഗിളിൽ പുറത്തിറക്കി വിട. കൂടുതൽ സംസാരമൊന്നും വേണ്ട. അമ്മ ഒരെണ്ണം കൊടുത്തു, അത് സമ്മതിച്ചു. ഇനി ഇവന്റെ കാര്യം ഞങ്ങൾ പോലീസ് നോക്കിക്കോളാം. സാറേ, ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. ആര് പറഞ്ഞിട്ട് ഇവരത് ചെയ്തെന്നറിയണം. അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ ചോദിച്ചു. ഒന്ന് വരുത്തിയപ്പോ ഇവൻ നല്ല മണിയൊരു ഉത്തരവും പറഞ്ഞു. അതൊന്ന് പറഞ്ഞു കൊടുക്കടാ. അത് പിന്നെ സാറേ, മൂർത്തി സാർ പറഞ്ഞിട്ടാ ആ പഴങ്കഞ്ഞില് ഞാൻ. മൂർത്തിയോ?
ആ അതെ. അപ്പൊ ഈ മൂർത്തിയെ നിങ്ങൾക്കറിയോ? അറിയാം സാറേ. ഇപ്പൊ മനസ്സിലായി ഇതിന് പിന്നിൽ ആരാണെന്ന്. അവന്തിക അസോസിയേറ്റ്സിന്റെ MD അവന്തികയായി ഇതിന്റെ പിന്നിൽ. അവരുടെ സഹായിയായി ഈ മൂർത്തി. സാറേ, അവർ ഞങ്ങളുടെ കുടുംബം തകർത്ത ശത്രുവാ. ഇപ്പോഴും ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവരെ വെറുതെ വിടരുത്. കളക്ടർ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുക നടപടി എടുക്കണമെന്ന്. CA രാജീവ് സാർ അല്ല ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത്, ക്രൈംബ്രാഞ്ചാ. അതുകൊണ്ട് നിങ്ങളെ ചതിച്ച ഒരാളും രക്ഷപ്പെടില്ല. കുടുംബം പോറ്റാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാ സാറേ ആ പഴങ്ങിനിക്കട. നമ്മൾ കഴിക്കുന്ന അതേ രുചിയോടെ മറ്റുള്ളവർക്കും കൊടുക്കുന്ന ആഹാരം. അതിലാ ഈ മഹാപാപി വിഷം ചേർത്ത ആൾക്കാരെ കൊല്ലാൻ നോക്കിയത്. എന്റെ മോൻ മരിക്കാതിരുന്നത് ഞങ്ങൾ ചെയ്ത സുഹൃതം കൊണ്ടാ. പോലീസിൽ ഞങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലായി, സത്യസന്ധരായ ഉദ്യോഗസ്ഥരും കോടതിയൊക്കെ ഈ രാജ്യത്തുണ്ടെന്ന്. ആർക്ക് വേണ്ടി ചെയ്താണെങ്കിലും നീ ചെയ്തത് ദൈവം പോലും പൊറുക്കാത്ത മഹാപാപമാണ്. അതിന്റെ ഫലം നീ അനുഭവിക്കും. പിന്നെ കൊണ്ടുപോയിക്കോ. വാടാ. ശരി എന്നാ. വളരെ നന്ദിയുണ്ട് സാറേ. വാ.